ഈച്ചകൾ പോലും വെറുക്കപ്പെടുന്ന രാജ്യമായി മാറുകയാണ് പാകിസ്ഥാൻ. തേനീച്ചകൾ ഒന്നടങ്കം ഇന്ത്യയിലേക്ക് ചേക്കേറുകയാണ്. ഇത് പാകിസ്ഥാനിൽ വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതിന് പിന്നിലെ കാരണം പാകിസ്ഥാനിൽ തേനീച്ചകളുടെ എണ്ണം ക്രിയാത്മകമായി കുറയുകയാണെന്നാണ് തേൻ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ഒരു വ്യാപാരി പറയുന്നത്. ഉൾക്കാടുകളിൽ നിന്നും മലഞ്ചെരിവുകളിൽ നിന്നും തേൻ ശേഖരിച്ചാണ് ഇദ്ദേഹം ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. എന്നാൽ തേൻ ലഭിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. പ്രകൃതിദത്തമായി ലഭിക്കുന്ന തേന് വില കിട്ടാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പാകിസ്ഥാനിൽ നിന്നും തേനീച്ചകൾ ഇന്ത്യയിലേക്ക് ചേക്കേറുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിൽ തേനീച്ചകൾ ഇല്ല എന്നും തേനീച്ച കർഷകനായ മുഹമ്മദ് ആരിഫ് സ്ഥിരീകരിക്കുന്നു. ഇന്ത്യയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് തേനീച്ചകൾ കൂടുതലായി ഉള്ളത്. അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന ഇവ തേനുമായി അതിർത്തി മേഖലകളിൽ എത്തുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയിൽ തേനീച്ചകളെ ആകർഷിക്കുന്ന മരങ്ങൾ ധാരാളമായി ഉള്ളത് ആയിരിക്കാം ഈച്ചകൾ അതിർത്തി കടന്നു പോകുന്നതെന്ന് കാരണമായി അദ്ദേഹം സംശയിക്കുന്നതും. കീടനാശിനികളുടെ അമിത ഉപയോഗവും ഇതിനുള്ള കാരണമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇന്ന് കടന്നു പോകുന്നത്. സാമ്പത്തികമായും സാമൂഹികമായും ഇന്ന് നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യം ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഇവിടുത്തെ യുവതലമുറയും. അതേസമയം പാകിസ്ഥാൻ വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിന് പിന്നാലെ ചൈനയോട് അധിക വായ്പ ചോദിച്ചതായുള്ള വാർത്തകൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1.4 ബില്യൺ US$ സപ്ലിമെന്ററി ലോൺ നൽകണമെന്നായിരുന്നു അഭ്യർത്ഥിച്ചിരുന്നത്. ചൈനയുടെ ധനകാര്യ സഹമന്ത്രി ലിയാവോ മീനുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ കറൻസി സ്വാപ്പ് എഗ്രിമെന്റ് 40 ബില്യൺ യുവാൻ ആയി ഉയർത്തണമെന്ന് പാക് ധനമന്ത്രിയായ മുഹമ്മദ് ഔറംഗസേബ് അഭ്യർത്ഥിച്ചിരുന്നു. അന്താരാഷ്ട്ര നാണ്യനിധിയുടെയും ലോക ബാങ്കിന്റെയും വാർഷിക യോഗം നടക്കുന്നതിനിടയിലായിരുന്നു പാകിസ്ഥാൻ അഭ്യർത്ഥന ഉന്നയിച്ചതും. നേരത്തെയും പാകിസ്ഥാൻ പണം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ചൈന അത് തള്ളിയിരുന്നു. ഇതിനിടെ കടം തിരിച്ചടയ്ക്കാനുള്ള കാലാവധി 2027 വരെ നീട്ടിയിരുന്നു. ചൈനയുമായുള്ള കറൻസി സ്വാപ്പ് എഗ്രിമെന്റ് പ്രകാരം നിലവിലുള്ള 4.3 ബില്യൺ US$ ട്രേഡ് ഫിനാൻസ് ഫെസിലിറ്റി പാകിസ്ഥാൻ പൂർണ്ണമായും വിനിയോഗിച്ചിട്ടുണ്ട്. 2011 ഡിസംബറിലാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ കരാറിൽ ഒപ്പുവെക്കുന്നതും. ഉഭയകക്ഷി ബന്ധം, നേരിട്ടുള്ള വിദേശ നിക്ഷേപം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് കരാറിൽ ഏർപ്പെട്ടതും. ഇതിനു മുൻപും ചൈനയിൽ നിന്നുള്ള വായ്പാ പരിധി ഉയർത്താൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയിരുന്നു. 2022 നവംബറിൽ അന്നത്തെ ധനമന്ത്രി ഇഷാഖ് ദാറും 1.5 ബില്യൺ US$ അധിക സഹായം അഭ്യർത്ഥിച്ചിരുന്നു. വിദേശ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനായാണ് പാകിസ്ഥാൻ പ്രധാനമായും ഈ തുക വിനിയോഗിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.